everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയുന്ന ഒരു Q&A സെക്ഷനാണ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വിടുവായി അറിയാലോ, എൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ആദ്യം തന്നെ എക്സ്ക്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. പകലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാക്കിൽ വണ്ടി, കാക്ക, പൂച്ച എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, സോ അധികം ബ്ലാ 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 ഫസ്റ്റ് ടൈമേ പറയുന്നില്ല, കാരണം ഇനി അങ്ങോട്ട് ഫുൾ ബ്ലാ പറയാനുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി പോവാണ്. ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ അല്ല. ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പ് ആട്ടോ എടുത്ത് വെച്ചിരിക്കണേ. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫോൺ ഇവിടെ ഇല്ല. ഒരു ഫോൺ ഉണ്ട്, പക്ഷേ ഇത് കണ്ണൂരായിപ്പോയി. അപ്പം ഞാൻ ലാപ്ടോപ്പിൽ ഓൺ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നത്. ദാറ്റ്സ് ഈസി, കാരണം കണ്ണൊന്നും അത്ര കാണാനില്ല ഇപ്പോൾ. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ആള് ഒരു ലോങ് മെസ്സേജ് പോലെയാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഫ്രം ദേവനന്ദ ADK എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ആണ്. ആള് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എച്ചിൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ദ വേ ഓഫ് പ്രസൻറ്റേഷൻ, your love towards your subscribers and everything. Throughout the journey from your 1K followers, I was there with you. അപ്പോൾ പോലും you put away only quality videos rather than കാട്ടിക്കൂട്ടി ഒപ്പിച്ച വീഡിയോ ഇടുക. ഒരു പോസിറ്റീവ് വൈബാണ് ചേച്ചി. ഓ മൈ ഗോഡ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട, കഴിഞ്ഞിട്ടില്ല. And I don't have any questions, but I have something to tell you. Please keep the consistency of uploading video. I know that you are busy in your life, but as we many people love to watch your videos, I told about this. HK എന്തായാലും നല്ല subscribers കിട്ടും if you put videos like that. Keep going dear, will always be with you. Missing your video so much, that's why I am saying this. Don't take it negatively, with lots of love. With lots of love to you, ദേവനന്ദ. എനിക്ക് സത്യമായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്ത ഒരാളെ പോലും ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഐ തിങ്ക് ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കി ആരെയും ഞാൻ ഇതുവരെ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യു ഗൈസ് എന്നെ കാണുന്നത് ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ്, ഞാനും നിങ്ങളെ കാണുന്നത് ഈ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആകെ ഈ ഒരു എനർജി മാത്രമാണ്. നിങ്ങൾ പറയുന്ന ഈ വേർഡ്സ്, ഞാൻ പറയുന്ന ഈ സംസാരം, അത് മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൂ. ആൻഡ് ദിസ് ലോങ് മെസ്സേജ് മീൻസ് ലോട്ട് ടു മീ. എനിക്ക് അതിൽ ചെറിയൊരു ഈ സംഭവം എന്താണെന്നുള്ളത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ്. സത്യം പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ഭയങ്കര ഒരു റിഗ്രറ്റ്, അല്ലെങ്കിൽ റിഗ്രറ്റ് അല്ല, എനിക്ക് തന്നെ എൻ്റെ സൈഡിലൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ നിങ്ങളോട് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, നീതി പുലർത്തണം എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കറക്റ്റ് ടൈമിനല്ല വീഡിയോ ഇടുന്നത്, പക്ഷേ ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്സ് എങ്കിലും. കാരണം വീഡിയോ അങ്ങനെ ഇട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ, ഏത് ടൈമാണ് ദാറ്റ് വർക്ക്സ് വെൽ ഫോർ ദിസ് ചാനൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഒരു ടൈം നിങ്ങളോട് പറയും. ആ ടൈമിൽ തന്നെ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കും. അപ്പം നിങ്ങൾക്കും കൂടി കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എപ്പോൾ ഈ പെണ്ണ് വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലോങ് മെസ്സേജിനും ലോങ് ലവിനും ഐ ലവ് യു സോ മച്ച്. എനിക്കതേ പറയാൻ. ഇനിയും നിങ്ങളുടെ ഈ ഒരു ലവും സപ്പോർട്ടുമാണ് ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. അടുത്തതായിട്ട് വിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ മെസ്സേജാണ്. വിൽമയുടെ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാറുണ്ടല്ലോ നിങ്ങളോട് എല്ലാവരോടും. ആൻഡ് ഐ ലവ് യു സോ മച്ച്. ഫസ്റ്റ് തന്നെ അത് പറയട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ആൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, 2-3-4 ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട്. ഫസ്റ്റാണ് ഫേവറേറ്റ് പേഴ്സൺ. ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പു ഈസ് മൈ ഫേവറേറ്റ് പേഴ്സൺ. അതിൽ എനിക്കൊരു അപ്പീലുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അപ്പുവാണ് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ. നെക്സ്റ്റ് ചോദ്യമാണ് കംഫർട്ട് സോൺ. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ സെയിം ആൻസർ എന്ന് പറയുന്ന പോലെ, ബീയിങ് വിത്ത് അപ്പു ഇസ് മൈ കംഫർട്ട് സോൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കും എൻ്റെ കംഫർട്ട് സോൺ. വിത്തൗട്ട് നെഗറ്റിവിറ്റി, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലേസ് ആണ് മൈ കംഫർട്ട് സോൺ. അതല്ലല്ലേ ആൻസർ, അങ്ങനെയല്ലല്ലോ ആൻസർ പറയണ്ടേ, പക്ഷേ ദാറ്റ്സ് മൈ ആൻസർ. എനിക്കതാണ് വന്നത് കേട്ടോ. ലവ് സ്റ്റോറി ഷോർട്ടാക്കി പറയൂ ചേച്ചി, ഇറ്റ്സ് എ റിക്വസ്റ്റ്. നിങ്ങളുടെ രണ്ടാളുടെയും ഏജ്, 1 wish, ഇത്രയൊക്കെ ഉള്ളൂ. ചേച്ചീനെ ഒത്തിരി ഇഷ്ടമാണ്. ലവ് യു സോ മച്ച്. ലവ് യു സോ മച്ച് ഡിയർ. ഒരാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ, ഞാൻ 2000 ബോണാണ്. June 9th എൻ്റെ ബർത്ത്ഡേ. ഞാനിപ്പോൾ 25 ഓൺഗോയിങ്, 26 ആവാൻ വേണ്ടി പോണു നെക്സ്റ്റ് വർഷം, നെക്സ്റ്റ് ജൂണിൽ. ആൻഡ് അപ്പു ഈസ് 27. അപ്പോൾ 1998 July 7 ആണ്.
അപ്പോൾ അപ്പൂന് ഇനി ഇപ്പം 27 ഓൺ ഗോയിങ് ആണ്, 28 ആവാൻ വേണ്ടി പോകുന്നു. നെക്സ്റ്റ് ഇയർ 28. അതാണ് ഏജ്. സോറി ഗൈസ്, കാക്കയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാണ് തോന്നുന്നത്. കണ്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം കാക്കയെ സംസാരിക്കുന്നത്, ഞാൻ സംസാരം നിർത്തുമ്പോൾ കാക്ക നിർത്തുന്നു. അപ്പോൾ എനിക്ക് അടി കൂടെ കുറേ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു, പക്ഷെ പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. കാക്കയല്ലേ, എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ ഉള്ളതാണ് വൺ വിഷ്. അപ്പോൾ വൺ വിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പെർട്ടിക്കുലർ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമൊന്നും ഇല്ല ഇപ്പോൾ കറൻ്റ്ലി. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹം, എനിക്ക് ഇപ്പോൾ നല്ല എപ്പോഴും ഉള്ളൊരു കാര്യമാണ്, എനിക്ക് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഒരുപാട് നെഗറ്റിവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഭയങ്കര ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളാണ്. അപ്പോൾ എന്നെ തന്നെ ഭയങ്കര ആങ്ഷ്യസ് ആക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാത്തിടത്ത് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കറൻ്റ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, കുറച്ചും കൂടി ഫിനാൻഷ്യലി ഞാനും ഒപ്പം സ്റ്റേബിൾ ആയിട്ട് ഒരു നല്ലൊരു ഫാമിലി ലൈഫൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ താമസിക്കണം. കാരണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഫാമിലിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് റാൻഡം ആഗ്രഹങ്ങളൊന്നും ഇപ്പം ഇല്ല. എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, കുറച്ച് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുക. ദാറ്റ് ഈസ് മൈ ഓൾ ടൈം വിഷ്. അതാണ് എൻ്റെ ഒരു വിഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത്. സോ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ചൂടെടുക്കുന്ന ലവ് സ്റ്റോറി ഒന്ന് പറയുക. ലവ് സ്റ്റോറി ഷോർട്ടാക്കി പറയുക ചേച്ചി, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആക്ച്വലി ലവ് സ്റ്റോറി എന്ന് പറയുന്ന സാധനമേ നമുക്കില്ല. അത്ര അടിപൊളി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഭയങ്കര റൊമാൻറ്റിക് അടി ബഹളം അങ്ങനത്തെ ലവ് സ്റ്റോറി നമുക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്ത് പറയുന്നത്. സത്യം പറഞ്ഞാൽ വി വർ ഫാമിലി ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് ഒരു 9 years മുന്നെയാണ് ഞാൻ അപ്പൂനെ ആദ്യമായിട്ട് കണ്ടത്. നമ്മുടെ ചെന്നൈ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വെച്ചാണ് ഞാൻ എൻ്റെ അപ്പൂക്കുട്ടിയെ ആദ്യമായി കണ്ടതെന്നൊക്കെ. ആക്ച്വലി അവിടെ വെച്ചാണ് ഞാൻ അപ്പൂനെ ആദ്യമായിട്ട് കണ്ടത്. നമ്മുടെ ഒരു കോമൺ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്, ഞാനൊരു +1 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് കസിൻ, അല്ലെങ്കിൽ ഭയങ്കര ഫസ്റ്റ് കസിൻ ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്കും അത്ര അറിയില്ല അവരെ. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു കല്യാണത്തിന് പോകണം എന്നുള്ള. അങ്ങനെ ആയിട്ട് നമ്മൾ പോയി ചെന്നൈയിൽ. അപ്പോൾ ഒരു 3-4 ദിവസമുള്ള കല്യാണ പരിപാടികളൊക്കെ ആയിരുന്നു, വിരുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ അമ്മ സൈഡ് റിലേറ്റീവ്സ് നമ്മൾ, അച്ഛൻ സൈഡ് റിലേറ്റീവ്സ് അവർ. അപ്പോൾ നമ്മൾ ഇവരവിടെ വർഷങ്ങളായിട്ട് ചെന്നൈ സെറ്റിൽഡാണ്. അപ്പോൾ അവിടെ കൂടുതൽ ഗസ്റ്റായിട്ട് വന്നതും ഈ ചെന്നൈയിലുള്ള ആൾക്കാർ, അതായത് തമിഴിയൻസ് ആണ് വന്നത്. മലയാളി റിലേറ്റീവ്സ് ആയിട്ട് നമ്മളാണ് ഉണ്ടായിരുന്നത്, മലയാളീസ് ആയിട്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ മലയാളം പറയുന്നതൊക്കെ നമുക്ക് തന്നെ ഒരു ഇവർ നമ്മളെ ആൾക്കാരാണല്ലോ. പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു ഏജ് ആണല്ലോ. അപ്പോൾ വന്ന് ചെറുതാണ്, ഞാനും ചെറുതാണ്. അപ്പോൾ ഒന്ന് ഡിഗ്രി എന്തോ പഠിക്കുന്ന സമയത്ത്. അപ്പം നമ്മളിങ്ങനെ നാട്ടിലെവിടെയാ, ഞാൻ മലപ്പുറം, കണ്ണൂർ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടില്ലേ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ, ലൈക്ക് കസിൻസിനെ പോലെ ആ ഒരു 4-5 ദിവസം നമ്മൾ നല്ല അടിച്ചു പൊളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ബീച്ചിലൊക്കെ പോയി, അങ്ങനെ ഇങ്ങനെ മറീന ബീച്ചിലൊക്കെ പോയി, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു ആ സമയത്ത്. പിന്നെ ആ കണക്ഷൻ അങ്ങ് മെയിൻറ്റെയിൻ ആയി, അതായത് ഫാമിലി ആയിട്ടും കണക്ഷനായി. നമ്മളിവിടുന്ന് ആരെങ്കിലും കണ്ണൂർ പോകുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുമായിരുന്നു, നമ്മളിങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഒരു ഫാമിലി ബോണ്ടായി. പിന്നെ ഞാനും ഒപ്പം ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആയി, ഭയങ്കര കമ്പനിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചൈൽഡിഷ് ആയിട്ടുള്ള സമയമല്ലേ അത് റിലേഷൻഷിപ്പ് എന്നൊന്നും പറയാൻ ശരിക്കും പറ്റില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നമ്മൾ സംസാരിക്കുമായിരുന്നു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മളൊരു 2000 പക്ഷേ നമ്മുടെ കണക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കാലം നമ്മൾ തെറ്റിയൊക്കെ ഇരുന്നു, എന്തൊക്കെയോ അവൻ്റെ വൃത്തിയുടെ സ്വഭാവമുണ്ട്. അങ്ങനെയല്ല, അപ്പോൾ ഇപ്പം എൻ്റെ തലക്കെട്ട് അടിക്കും. പക്ഷേ നമ്മളങ്ങനെ കുറച്ച് കാലം ഞാൻ മിണ്ടാണ്ടൊക്കെ ഇരുന്നു അവനോട്. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമായിരുന്നു. എന്തെങ്കിലും കാര്യമൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ഉണ്ടായി, അവനും എന്തെങ്കിലും നല്ല കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ വന്നു. നമ്മൾ കുറച്ചും കൂടി വലുതായപ്പോൾ ഒരു 20 വയസ്സ് 2020 ഒക്കെ ആയ സമയത്താണ് നമ്മൾ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ, അത് ഫാമിലീസ് ഇൻക്ലൂഡായി. ഫാമിലീസിന് ഒരു ഇൻട്രസ്റ്റ് വന്ന സമയത്താണ് നമുക്ക് ഓക്കെ എന്നുള്ളൊരു സാധനമായി. പിന്നെ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 2020 തൊട്ട് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഭയങ്കര റിലേഷൻഷിപ്പായ. അപ്പോൾ അതാണ് നമ്മളെ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഫാമിലീസ് ഓൾറെഡി ഇൻവോൾവ്ഡ് ആണ് ഇതിനകത്ത്. അവർക്കറിയാം, അവർക്ക് ഇഷ്ടമാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പിന്നെ അങ്ങനെ പോയി നമ്മൾ കല്യാണം കഴിച്ചു. ഇപ്പം 2.5 വർഷമായി മുന്നോട്ട് സക്സസ്ഫുള്ളി റണ്ണിങ് എന്ന് പറഞ്ഞ പോലെ പോകുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാറൂസ് ആണ്. ഞാൻ ചൂടെടുത്ത് വേർത്ത് കുളിക്കുന്നുണ്ട്, അത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം. പാറൂസ് വ്ലോഗ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്. നമ്മുടെ ഒരു ഗിവ് അവേ വിന്നറാണ് ആക്ച്വലി. സോ പാറു ചോദിച്ചിട്ടുള്ളത്, പാറുവിൻ്റെ ഒറിജിനൽ നെയിം എന്താ, അശ്വനി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. സോ ഇഷ്ടപ്പെട്ട ഫുഡ്, ഡ്രസ്, കളർ. ആക്ച്വലി ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ
എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഫുഡ് എന്നില്ല, പക്ഷേ എനിക്ക് ചൈനീസ് ഫുഡാണ് ഇഷ്ടം. കുറച്ചും കൂടി സോസി ജ്യൂസി അങ്ങനത്തെ ഫുഡാണ് എനിക്കിഷ്ടം. മൈൽഡ് ആയിട്ടില്ല, ഓവർ മസാല ഐറ്റംസ് എനിക്കിഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ ബിരിയാണി അങ്ങനെ ഭയങ്കര ചിക്കൻ കറി അങ്ങനെയൊക്കെ ഭയങ്കര ഓവർ മസാലയുള്ള സാധനങ്ങളെക്കാട്ടിലും എനിക്കൊരു ഫേവറേറ്റ് കഴിക്കും. പക്ഷേ ബിരിയാണിയൊക്കെ എൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്. ഫ്രൈഡ് റൈസും നൂഡിൽസും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലാണ് ഞാൻ ബിരിയാണി കഴിക്കുക. സോ ഫുഡ് എന്ന് പറഞ്ഞാൽ മേ ബി ചൈനീസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പയറിട്ട കഞ്ഞി, ചെറുപയറിട്ടിട്ട് തിളപ്പിക്കുന്ന കഞ്ഞിയില്ലേ, കഞ്ഞിയും അതിൻ്റെ കൂടെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ഈസ് മൈ കംഫർട്ട് ഫുഡ്. നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാം. മോസ്റ്റ്ലി ഞാൻ ഇടുന്നത് ടീഷർട്ടും ജീൻസും ഒക്കെയാണ് എനിക്കിഷ്ടം. കാരണം അയൺ ചെയ്യേണ്ട, അലക്കാനും സുഖം ഉണക്കാനും സുഖം എന്ന് പറയുന്ന പോലെ എനിക്ക് അങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന കാഷ്വൽ ഡ്രസ്സസ്. എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ്, എനിക്ക് നല്ല ഡ്രസ്സൊന്നും പറ്റില്ല. അതായത് നല്ല ഫ്രോക്കൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഇല്ല, എനിക്ക് എല്ലാം ചൊറിയും. എൻ്റെ അമ്മ ഇപ്പം പറയും എന്തിട്ട് കൊടുത്തോലും ചൊറിയും. അന്ന് ഞാൻ ഇതുപോലെയാണ്, ജീൻസിൻ്റെ ഷോർട്ട്സും ഒരു ടീഷർട്ടും ഇട്ടിട്ടാണ് പണ്ടത്തെ നടത്തം. ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും എന്ന് പറയുന്നതൊക്കെ, അതാണ് എൻ്റെ നടത്തം. അതുകൊണ്ട് എനിക്ക് പണ്ട് തൊട്ട് ഇന്ന് വരെയും എനിക്ക് അധികം കുത്താത്തയും ചൊറിയാത്തൊക്കെ ഡ്രസ്സാണ് എനിക്കിഷ്ടം. ഫേവറേറ്റ് കളർ അങ്ങനെ ഇല്ലടാ, എനിക്കങ്ങനെ കളറൊന്നുമില്ല. പണ്ടൊക്കെ എനിക്ക് നേവി ബ്ലൂ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്ക് കുറേ നേവി ബ്ലൂ സാധനങ്ങളുണ്ട്. ഇപ്പം പിന്നെ ഞാൻ എന്തും ചൂസ് ചെയ്യും, എനിക്കങ്ങനെ ഫേവറേറ്റ് കളറില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്സാ ചോദിച്ചേ, ചേച്ചി ഹൗ ഡിഡ് യു ഓവർകം ദോസ് ഡേയ്സ് വെൻ യുവർ ലവ്ഡ് വൺസ് were far away and you missed them, and what initially motivated you to start this channel? Hi Jess, happy to see you here. And question എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വിഷമം വരുമ്പം ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആവും. എനിക്ക് ബ്രീത്തിനൊക്കെ പ്രശ്നം വരുന്ന ഒരാളാണ് ഞാൻ. അത്രയും ആങ്സൈറ്റി വരും എനിക്ക്. അപ്പം മെയിൻ ലവ്ഡ് വൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തിലേക്ക്, അതായത് കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ആകെ ലവ്ഡ് വൺ അപ്പുവാണ്. അപ്പം അപ്പു പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമാണ്. തലേ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളാക്കും. പക്ഷേ പിറ്റേ ദിവസം ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ചിൽ. ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്ന തലേ ദിവസം രാത്രി എന്താ പറയുക, ഇങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ആവുന്ന സമയത്ത് തന്നെ അപ്പൂന് വിഷമം വരും. ഞാനപ്പോൾ ഭയങ്കര കോമഡിയൊക്കെ കളിച്ച് ഞാൻ ആ പെട്ടീൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്ന് എന്നെ കൂടെ കൊണ്ടുപോയി ഇത് പാക്ക് ചെയ്തോ. അവൻ്റെ കറക്റ്റ് ഈ ആർമി ബാഗിനകത്ത് എന്നെ കൊള്ളും, എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനകത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറയും എന്നെ കൂടെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നലുള്ള സമയം എപ്പാന്ന് വെച്ചാൽ ആ റൂമിലേക്ക് കയറുമ്പോൾ. ബിക്കോസ് ഞങ്ങളുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ലൈക്ക് അപ്പു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ എൻ്റെ അപ്പുവിൻ്റെ ഫുൾ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏത് മൂല നോക്കിക്കഴിഞ്ഞാലും എനിക്കൊരു മെമ്മറി ഉണ്ട്. സോ ഞാൻ അധിക സമയം അത് ശ്രദ്ധിക്കാണ്ടിരിക്കും. എന്നെ മാക്സിമം ഒക്യുപ്പൈഡ് ആയിട്ട് വയ്ക്കും, എന്തിലെങ്കിലും ഭയങ്കര എൻഗേജിങ് ആക്കി വെക്കും എന്നെ. അപ്പം ഞാൻ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാണ്ടിരിക്കും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോവും എവിടെയെങ്കിലുമൊക്കെ, ആരുടെയെങ്കിലും കൂടെ ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ യൂസ് ടു ആവും. ഓക്കെ, സങ്കടമായി, ഓർമ്മ വന്നു. ആൻഡ് അതിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതായിരുന്നു, എന്താണ് ഇനീഷ്യലി മോട്ടിവേറ്റ് ചെയ്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. സോ അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമായിരുന്നു ആ സമയത്ത്, എപ്പോഴും അല്ല, പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം റീച്ച് പോകുമായിരുന്നു വീഡിയോസ്. 500K 100K 1 million 2 million 3 million ഒക്കെ വ്യൂസ് പോലുണ്ടായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് റാൻഡം മെസ്സേജസ് വരില്ലേ, അപ്പോൾ അങ്ങനെ ആരൊക്കെയോ നമ്മളോട് ചോദിച്ചതായിരുന്നു ലൈക്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്ന്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ. ആ സമയത്ത് ലോകത്തുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇതിനേക്കാൾ ഇപ്പം എല്ലാവർക്കും ആയി, പക്ഷെ അന്ന് കുറച്ചും കൂടി ഇങ്ങനെ എല്ലാവർക്കും ആയി വരുമായിരുന്നു. 2 years മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം ഞാൻ വെച്ചു എന്നാൽ പിന്നെ ഒരു ചാനൽ അങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ അപ്പൂന് ഓൾറെഡി ഒരു ഗൂഗിൾ അക്കൗണ്ട് അപ്പൂൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അപ്പു പറഞ്ഞു നീ ഇത് പേരൊക്കെ മാറ്റി നീ ചാനൽ ആക്കിക്കോ, ജസ്റ്റ് വീഡിയോ ഇട്ട് നോക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഫോണും കിട്ടി. ബിക്കോസ് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് iPhone 14 Pro അല്ല, ഈ ഫോൺ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഫോണും വാങ്ങിച്ചു തന്നു. പിന്നെ നമ്മൾ ഹണിമൂൺ പോയത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലേക്കാണ്. അപ്പോൾ നമ്മൾ ആരും കാണാത്തൊരു സ്ഥലം അങ്ങനെ എനിക്കല്ലേ. അപ്പം ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഷോർട്സ് പോലെയൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് അതാണ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഈസ് വെരി ഈസി, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പാട്.
സോ ഇതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. ഇങ്ങനെ ആരോ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ എന്നാ ഒന്ന് തുടങ്ങിയാലോ എന്ന്. അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു തുടങ്ങാം ഒരു ഒരു മറ്റേ വിഷൻ വെച്ച് തുടങ്ങിയതൊന്നുമല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ആതിര. ചേച്ചി ഇപ്പോൾ വർക്കിംഗ് ആണോ ആൻഡ് വെൻ ആർ യു മൂവിങ് വിത്ത് ചേട്ടൻ? ആക്ച്വലി ഞാനിപ്പോൾ വർക്കിംഗ് അല്ല, കറൻ്റ്ലി പെർമനൻ്റ്ലി ഞാൻ വർക്കിംഗ് അല്ല. ആൻഡ് വെൻ ആർ യു മൂവിങ് വിത്ത് ചേട്ടൻ? ചേട്ടൻ്റെ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട്, എനി ടൈം സൂൺ. എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഇടാൻ ട്രൈ ചെയ്യും. സോ ഏട്ടൻ്റെ കൂടെ എപ്പോഴാണ് പോകാമെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴോ പോകേണ്ടതാണ്, പക്ഷെ പല പല റീസൺ കൊണ്ട് പോകാൻ പറ്റാണ്ട്, അങ്ങനെ പോകാൻ വേണ്ടി ആക്ച്വലി ഞാൻ എൻ്റെ ജോബേ ക്വിറ്റ് ചെയ്തേ. പിന്നെ അത് അവരുടെ ജോലീൻ്റെ കാര്യമല്ലേ, അവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ 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 പല ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മൂവ് ഇൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റിംഗ്, മേ ബി എനി ടൈം സൂൺ, പറയാം എപ്പോഴാണ്. ആൻഡ് നൗ നമ്മളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത്. ചേച്ചി ബേബി പ്ലാനിങ്സ് ഒന്നും ഇല്ലേ? ആൻഡ് ദ വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആരാന്നറിയോ? ഈ കമന്റ് ഇട്ടിരിക്കുന്ന വ്യക്തി ഈസ് മൈ ഹസ്ബൻഡ്. നിങ്ങൾക്ക് ആ ഇതെടുത്ത് നോക്കിയാൽ വെണ്ടക്ക അക്ഷരത്തിൽ കാണാൻ പറ്റും, ജ്യോതിൻ ചന്ദ്, മിസ്റ്റർ ജ്യോതിൻ. ഇതിന് ഇവിടെ പ്രസക്തിയില്ല. ബേബി പ്ലാനിങ്സ് ഉണ്ടാവണമെങ്കിൽ ഞാനിങ്ങനെ ബേബി വരട്ടെ ബേബി വരട്ടെ ബേബി വരട്ടെ ഓം ഗ്രീൻ ഒട്ടിച്ചാത്താന്ന് പറഞ്ഞാൽ ബേബി ഉണ്ടാവില്ല. അതിന് താങ്കൾ ഇവിടെ വരണം, താങ്കൾ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകണം. സോ തനിക്ക് ബേബി പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ താങ്കൾ എന്നെ കൊണ്ടുപോയിട്ട് അതിനു വേണ്ടിയ പ്രക്രിയകളൊക്കെ ചെയ്താൽ ബേബി ഉണ്ടാവും. അല്ല പിന്നെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ബേബി പ്ലാനിങ്സ് കറൻ്റ്ലി ഇല്ല ചേട്ടാ. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. ചിലപ്പോൾ അപ്പു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അവൻ ഇതെല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കിയിട്ട് അവനായിരിക്കും ഓക്കെ ആരും ഇത് ചോദിച്ചില്ലല്ലോ എന്നാൽ എൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. പക്ഷെ മണ്ടൻ ചിന്തിച്ചില്ലേ നമ്മ അവൻ്റെ പേര് ഇവിടെ വെണ്ടക്കാശത്ത് വരും എന്നുള്ളത്. ഓക്കെ, സോ നൈസ് ക്വസ്റ്റ്യൻ. ഐ ലവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി മച്ച് നീഡഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഒരു Q&A ആകുമ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വേണം. ആരും ചോദിച്ചില്ല, അപ്പോൾ എൻ്റെ അപ്പു ചോദിച്ചു. സോ ചേട്ടാ ഇതാണ് ബേബി പ്ലാനിങ്സ്. സൂൺ ഉണ്ട്, ബേബി പ്ലാനിങ്സ് ഉണ്ട്, എനിക്ക് ബേബി പ്ലാനിങ്സ് ഉണ്ട്. ഓക്കെ, അല്ല പിന്നെ. സോ ഇനി ശരിക്കുള്ള ഒരാളുടെ ക്വസ്റ്റ്യൻ വായിക്കാം. നെക്സ്റ്റ് കുഞ്ചു 1234 എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. ഞാൻ ചേച്ചീനെ റാൻഡംലി ആണ് കണ്ടേ വ്ളോഗ്, പിന്നീട് എപ്പോഴും കാണാൻ തുടങ്ങി. നല്ല രസാ കേൾക്കാൻ ചേച്ചീൻ്റെ വോയിസ്. ഓൾസോ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ആക്കി, ബട്ട് ചേച്ചി തിരിച്ച് ഫോളോ ആക്കിയില്ല. സോ ഞാൻ അൺഫോളോ ആക്കി. പിന്നീട് ചേച്ചിയുടെ സംസാരം കേൾക്കാൻ മാത്രം തുടങ്ങി വീഡിയോ. ഓൾസോ അപ്പു ചേട്ടൻ്റെ കൂടെയുള്ള വീഡിയോസ് നല്ല കോമഡിയാണ് കാണാൻ. ഓൾസോ അപ്പു ചേട്ടൻ ചേച്ചീൻ്റെ ബർത്ത്ഡേക്കൊക്കെ സർപ്രൈസ് ഒക്കെ തരണത് കാണുമ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നും. ഐ ബ്ലെസ് യു. സോ ഇതിനേക്കാൾ നല്ലൊരാളെ കിട്ടട്ടെ, ഇതുപോലെയോ ഇതിനേക്കാൾ നല്ലൊരാളെയും കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ആൻഡ് ഇതിൽ എനിക്ക് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നിയ ക്യൂട്ടായിട്ട് തോന്നിയ കാര്യം, എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ഞാൻ ഫോളോ ചെയ്യാഞ്ഞപ്പോൾ എന്നെ അൺഫോളോ ആക്കി. ദാറ്റ്സ് റൂഡ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൻ്റെ 1% പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മെസ്സേജസ് തന്നെ ഞാൻ ചിലതൊക്കെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. എൻ്റെ കണ്ണ് പെട്ടാൽ ഞാൻ റിപ്ലൈ കൊടുക്കും. സോ പിന്നെ നമ്മുടെ ഈ വീഡിയോസ് ഞാൻ എപ്പോഴെങ്കിലും വന്ന് വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ റീച്ച് ആവാറുണ്ട്. ഞാൻ എൻ്റെ അപ്പൂൻ്റെ വീഡിയോ ഇടുമ്പോൾ അത് റീച്ച് ആവുന്ന സമയത്ത് റാൻഡം കുറേ കമൻറ്റ്സ് വരും, കുറേ ലൈക്സ് വരും. അതിൻ്റെ ഇടയിലാണ് ഈ ഫോളോ വരിക. ഈ ഫോളോ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നോക്കും. അതായത് എത്ര ആൾ കൂടി, എത്ര ആൾ കുറഞ്ഞു, അയ്യോ കുറഞ്ഞല്ലോ, അയ്യോ കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട്, ലൈക്ക് ട്രാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെ വരുന്നു പോകുന്നു ഞാൻ അറിയാറില്ല. എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ ഞാൻ ആരുടെയും അങ്ങോട്ട് ഫോളോ ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ID കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഐ വിൽ റിപ്ലൈ. ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ എനിക്കിഷ്ടമാണ് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ. സോ എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ അയക്കണം കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എനിക്ക് മെസ്സേജ് അയക്കാത്തേ.
ഓക്കെ മോളെ, ഒന്നും കൂടി ചേച്ചിനെ ഒന്ന് ഫോളോ ചെയ്യും. ചേച്ചി ഉറപ്പായിട്ട് തിരിച്ച് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡീലാണേ. ഓ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഫ്രം ആദിത്യ. ഹായ് ആദിത്യ. ആദിത്യ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നും ലവ് മാരേജ് ആയിരുന്നു എന്നും. ഫസ്റ്റ്, ലവ് മാരേജ് ആയിരുന്നു. യെസ്, ലവ് മാരേജ് ആയിരുന്നു. ലവ് കം അറേഞ്ച് മാരേജ് ആയിരുന്നു. ആൻഡ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആക്ച്വലി ഭയങ്കര എക്സിക്യൂട്ടഡ് പ്ലാനൊന്നും ഇപ്പം ഇല്ല റൈറ്റ് നൗ. ബട്ട് ഇപ്പം ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ ആഗ്രഹം പറഞ്ഞുതരാം. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ഒരു ലൈഫ് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അതിനു വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വേറെ കമ്പനിക്ക് വേണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നത്. ആ സമയത്തും ഞാൻ എൻ്റെ മൗത്തായിരുന്നു എൻ്റെ ഒരു വെപ്പൺ. ലൈക്ക് ഐ എം എ ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്. സോ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ജോബ് ഇസ് ടു ടോക്ക് ടു പീപ്പിൾ. അവർ പറയുക, അവനോട് ബിസിനസ് പ്രപ്പോസൽസിനെ കുറിച്ച് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വായ വെച്ചാണ് കൺവിൻസ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ നോ ദാറ്റ് ഇസ് മൈ സ്ട്രെങ്ത്, മൈ മൗത്ത്, മൈ വേർഡ്സ്. ഇതാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി സക്സസ്ഫുൾ ആവുക. ടു ഡു ദ ജോബ് ഐ ലവ്. ആക്ച്വലി ദിസ് ജോബ് ഇസ് ഗുഡ്. ഐ ലവ് ദിസ് ജോബ്. ഐ ലവ് യു ഗൈസ്. സോ എനിക്ക് ഈ യൂട്യൂബ് ചാനലൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോയി കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. ആൻഡ് കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം ടു സ്റ്റാർട്ട് എ ഫാമിലി ലൈഫ് ആൻഡ് ക്യൂട്ട് ഒരു ലൈഫ്. ആൻഡ് അപ്പൂൻ്റെ കൂടെയൊക്കെ മൂവ് ചെയ്ത് അങ്ങനെ ഒരു ലൈഫാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഇതൊരു മെസ്സേജ് പോലെയാ. ശാരിക പൊന്നു ആണ് പറഞ്ഞിട്ടുള്ളത്. ശാരിക പൊന്നു ആക്ച്വലി 2-3 കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ്, എനിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് ചേച്ചി. ജസ്റ്റ് സ്റ്റാർട്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാനാണ് വർഷങ്ങളുടെ കഷ്ടപ്പാട് വേണ്ടത്. അതുകൊണ്ട് എല്ലാം മൈൻഡിൽ വെച്ച് പ്രോപ്പർ പ്ലാനോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ റെഡിയായി നല്ലൊരു ചാനൽ തുടങ്ങുക. ആൻഡ് മേക്ക് വീഡിയോസ് ആൻഡ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക. അതിഷ്ടമാണെങ്കിൽ നല്ല പ്ലാനാണ്. കീപ് ഗോയിങ്. ഓക്കെ. ആൻഡ് ആളെന്നെ ചോദിച്ചത് അപ്പുവേട്ടൻ എന്നാ നാട്ടിൽ വരിക? നെക്സ്റ്റ് ഇയർ. അതായത് ഇപ്പോൾ ഇനി 2 months കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ആയല്ലോ. ഈ വർഷത്തെ ലീവൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരില്ല. ഇനി 2026 വരുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശില്പ ആക്ച്വലി മൈ ഫ്രണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ശില്പ ചോദിച്ചേ, യൂട്യൂബ് ജേർണി പറയുവോടാ? യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞാടാ, അങ്ങനെ എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് ജേർണി എനിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം നിങ്ങൾ തന്നെയാണ് എന്നോട് വീഡിയോ ഇടറാ പറയുന്നത്. എൻ്റെ ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു റാൻഡംലി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആ സമയം തൊട്ട് ഇപ്പോൾ കുറച്ച് ഫ്യൂ മന്ത്സ് ബാക്ക് വരെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഫുൾ ടൈം എംപ്ലോയി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള ഫ്രീ ടൈമിൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ്, ലൈക്ക് സബ്സ്ക്രൈബേഴ്സും അതിനേക്കാൾ കൂടുതൽ ഉള്ളത് നല്ല ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സ്, നല്ല എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. എനിക്ക് കുറച്ച് നല്ല ആൾക്കാരെ. അതിനുശേഷം ഇങ്ങോട്ട് മുന്നിലേക്ക് വന്ന് ഇപ്പോൾ ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് തൊട്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അതിനുള്ള മാറ്റം കാണാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് പല റീസൺ കൊണ്ട് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം എനിക്ക് പ്രശ്നം വരണമെന്നില്ല. എൻ്റെ ചുറ്റിലുള്ള ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടില്ല. ബിക്കോസ് അതെന്നെ മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കും. വേറൊരാളൊരു വിഷമം പറഞ്ഞവരെ എന്നെ മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കും. ആൻഡ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല, എഡിറ്റ് ചെയ്യാൻ തോന്നില്ല, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നില്ല, പിന്നെ ആവട്ടെ അങ്ങനെ വിചാരിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ബാഡ് ഹാബിറ്റ്. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ ഒരു ജോബ് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. ദാറ്റ് ഈസ് ദ മെയിൻ കീ യൂട്യൂബിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ജേർണിനകത്ത് ഞാൻ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു പ്രോപ്പർ ജേർണി ഒന്നും പറയാനില്ല. ഞാൻ കുറച്ചു കാലം വീഡിയോ ഇടും, നിർത്തും, കുറേ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും, പിന്നീടും കുറച്ചും കൂടി ആൾ കയറും, വീണ്ടും ഇടാണ്ടാവും, വീണ്ടും കുറേ ആൾ പോവും. നല്ല വ്യൂസ് വന്നു, അതിനുശേഷം വീഡിയോ ഇടാണ്ടായി, വ്യൂസ് എല്ലാം പോയി. ഇപ്പം വീണ്ടും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറി 12,900 സബ്സ്ക്രൈബേഴ്സ് വരെ എത്തി കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. പക്ഷേ അതായത് 6,000 12,000, അതായത് 6,000+ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ദിവസങ്ങൾ കൊണ്ടുകൂടി
പക്ഷേ വീണ്ടും ഞാൻ വീഡിയോ ഇടാണ്ടായി. ആ 900-ന് 13K ആക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു 10 ആൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15-20 ആൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി, ഞാൻ കുറച്ചും കൂടി ഇതിൽ കുറച്ച് സീരിയസ്നെസ് കാണിച്ചിട്ട് ഇതൊന്ന് സക്സസ്ഫുൾ ആയിട്ട് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തു, എന്തൊക്കെ സക്സസ്ഫുൾ ആയി, എന്തൊക്കെ നടന്നില്ല, എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് യൂട്യൂബ് ജേണിയടാ. എനിക്ക് ജേണി ഒന്നും ഇല്ലടാ, സ്വന്തമായിട്ടൊന്നും ഇല്ലടാ, ഉണ്ടാവുമ്പോൾ പറയാടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം മാഷ്മെല്ലോസ് ക്രാഫ്റ്റ് 2082. ഇത് ഒറിജിനൽ നെയിം അല്ലല്ലോ, ഇത് എസ്തെറ്റിക് നെയിം ആണല്ലോ. ഓക്കെ, സോ ആൾ ചോദിച്ചിരിക്കുന്നത് ഏജ് എന്താ, ജോബ് എന്താ, ഫേവറേറ്റ് റൂട്ടീൻ എന്താ. 3 ക്വസ്റ്റ്യൻസ്. മൈ ഏജ് ഈസ് 25. ജോബ് ഐ എം അൺഎംപ്ലോയിഡ്. എനിക്ക് വേലി മുടിയൊന്നും ഇല്ല ഇപ്പോൾ. ഐ എം അൺഎംപ്ലോയിഡ്, ഇപ്പോൾ ജോബ് ചെയ്യുന്നില്ല. മൈ ലാസ്റ്റ് ജോബ് ഇസ് ലൈക്ക് ജോലി ചെയ്യുന്നില്ല പറയാൻ പറ്റില്ല, ദിസ് ഇസ് മൈ ജോബ് റൈറ്റ് നൗ. ഐ എം എ യൂട്യൂബർ, ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഫേവറേറ്റ് റൂട്ടീൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസി റൂട്ടീൻ. എനി കോസി നൈറ്റ്, കോസി മോർണിംഗ്, കോസി ഈവനിങ്, എല്ലാം കോസി ആയിരിക്കുന്ന എനിക്ക് നല്ല ഇഷ്ടം. അതായത് അധികം ഭയങ്കര ഇടി ബഹളമൊന്നും ഇല്ലാത്ത നൈറ്റ്സ്, അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഓർഡിനറി നൈറ്റ്സ്. അതാണ് എനിക്കിഷ്ടം. കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഇതിപ്പോൾ ഒരു റൂട്ടീൻ ചോദിച്ചാൽ ഞാൻ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ആണ് പറയുന്നത്, ബട്ട് ദാറ്റ്സ് ഓക്കെ അല്ലേ. എവറിത്തിങ് ഷവർ റൂട്ടീനൊക്കെ ചെയ്യില്ലേ നമ്മൾ, അതായത് നമ്മൾ ഇങ്ങനെ വിസ്തരിച്ച് കുളിക്കാൻ പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന് വിസ്തരിച്ച് ഫേസ് പാക്കും സ്ക്രബും ബോഡി സ്ക്രബും അങ്ങനെയൊക്കെ DIY ആയിട്ട് നമ്മൾ തന്നെ അതും ഇതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കുളിക്കാനൊക്കെ പോകുന്നത്, കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് റൂട്ടീൻ. അതാണ് എൻ്റെ റൂട്ടീൻ. അതാണോ റൂട്ടീൻ? നിങ്ങൾ ഉദ്ദേശിച്ച റൂട്ടീൻ അതാണോ മോളെ? എനിക്കറിയില്ല, ചേച്ചിക്ക് ഇതേ അറിയൂ. ജസ്റ്റ് എന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ആർ യു ഹോബീസ് ചേച്ചി? ചേച്ചി ഇല്ല, ചേച്ചി ഞാൻ കയ്യിൽ നിന്ന് ഇട്ടത് അറിയാണ്ട് ചേച്ചിന്ന് വന്നു പോയി, സോറി. വാട്ട് ആർ യുവർ ഹോബീസ്, അത്രയേ ഉള്ളൂ. ഹോബീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന ഹോബീസിൽ ഒരൊറ്റ കാര്യമാണ് ജേർണലിങ്. ഐ ലവ് ടു ജേർണൽ. ബിക്കോസ് ഞാൻ പറയല്ലേ, എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ്. പിന്നെ ഞാൻ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്, എൻ്റെ പ്രസിഡന്റ് ഓഫ് ദ ഓവർ തിങ്കിങ് ഏജൻസിയൊക്കെ ഞാനായിരിക്കും ചിലപ്പോൾ, അല്ല അസോസിയേഷൻ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ചേഞ്ചായി. പണ്ട് ഞാൻ ഇതിന് അപ്പുറമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് മാറി. ഇപ്പോൾ എന്നെ അതിന് ഭയങ്കര ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, പിന്നെ ലൈക്ക് ബ്രെയിൻ ഡംപിങ് ഒക്കെ. ഞാനിങ്ങനെ ഞാനതൊക്കെ ഷോർട്സിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ദാറ്റ് ഹെൽപ്സ് മീ എ ലോട്ട്. സോ ഞാനിപ്പോൾ പ്രോപ്പർ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിങ്. പിന്നെ ഹോബീസ് ആയിട്ട് ഇപ്പം ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. വെറൈറ്റി സ്കിൻ കെയർ സാധനങ്ങളൊക്കെ, പ്രൊമോഷൻ വരുന്ന സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് മുഖം കേട് വരുത്തുക, എന്നിട്ട് അതിൽ നല്ലതല്ലാത്തത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നല്ലത് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഭാഗമായി എൻ്റെ മുഖത്ത് കുറേ കുരുകൾ വരുത്തുക. അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഹോബീസ്. പണ്ടൊക്കെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുമായിരുന്നു, ഡാൻസ് ചെയ്യും, ഡ്രോയിങ് ചെയ്യും. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പോർട്രേറ്റ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, അല്ലാണ്ട് ഉള്ള ആനിമേ ക്യാരക്ടേഴ്സ്, ആനിമീസിലെ കണ്ണുകളില്ല, അവരുടെ ഓരോ എക്സ്പ്രഷൻസ്, അതൊക്കെയായിരുന്നു എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഡ്രോയിങ്. അങ്ങനെ ക്യാരിക്കേച്ചർ, അങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ്. കളർ ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ്. ഇപ്പോൾ ഒരു ഹോബി ഇല്ല, ഇപ്പം അടുക്കളപ്പണി എടുക്കുക, അത്ര തന്നെ, അതന്നെ ഹോബി. എൻ്റെ വീട്ടിലാണെങ്കിൽ വെറുതെ ഇരിക്കുക, ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുക, യൂട്യൂബിൽ വീഡിയോ എടുക്കുക, അതാണ് ഇപ്പം എൻ്റെ ഹോബിയും എൻ്റെ ജോബും. അങ്ങനെയായി മാറി. ആന ചക്കാന്ന് ചോദിച്ചാൽ മാങ്ങ എന്ന് പറയും, ആന എന്ന് പറഞ്ഞാൽ ചേന എന്ന് പറയുന്ന പോലെയാണ് ഞാൻ ആൻസർ പറയുന്നത്. പക്ഷെ നിങ്ങളത് എക്സ്ക്യൂസ് ചെയ്യണം, ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. ക്വസ്റ്റ്യൻ അനാമികയാണ് ചോദിച്ചിട്ടുള്ളത്, അനാമിക VP. എനിക്ക് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്, വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. ചേച്ചീൻ്റെ അപ്പുക്കുട്ടനെയും ഇഷ്ടമാണ്. ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു വട്ടം ബ്രേക്കപ്പ് ആയിന്ന്, അത് എന്തുകൊണ്ടായിരുന്നു? ഫ്രണ്ട്ഷിപ്പ് വീട്ടിൽ പറഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? താങ്ക് യു സോ മച്ച്. ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്, വീഡിയോസ് ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞതിനും താങ്ക് യു. ഇപ്പോൾ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് തിങ് നമ്മൾ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ അതിന് കാരണമൊന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ അങ്ങനെ അങ്ങ് മിണ്ടാണ്ടായി കുറേ കാലം മിണ്ടാണ്ടായി. മോളിൽ എഴുതി വെച്ച സാധനമേ ലൈഫിൽ നടക്കൂ. നമ്മൾ എങ്ങനെയൊക്കെ അത് മാറ്റി എഴുതിക്കാൻ നോക്കിയാലും ദൈവം വീണ്ടും അതിനകത്ത് നമ്മളെ കൊണ്ടുവന്നിട്ടും. പിന്നെ റിലേഷൻഷിപ്പ് വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെ നമ്മൾ സത്യം പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വീട്ടിൽ പറഞ്ഞിട്ടില്ല.
ഫാമിലി, എൻ്റെ അച്ഛന് അപ്പൂനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമേ. കാരണം അപ്പു ചെറിയ പ്രായത്തിൽ ജോലിയൊക്കെ വാങ്ങി. അപ്പൂനെ എപ്പോഴും വീട്ടിൽ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിരുന്നു അപ്പു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇവർ വീണ്ടും കമ്പനി ആയില്ലേ. പിന്നെ എന്താ പറയുക, അപ്പുവാണ് അപ്പുവിൻ്റെ വീട്ടിൽ സംസാരിച്ച് ഇങ്ങനെ എനിക്ക് ഇതെന്നെ കല്യാണം കഴിക്കണം, സീരിയസ് ആയിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞ് അങ്ങനെ ഫാമിലി, അപ്പുവിൻ്റെ പപ്പയാണ് അച്ഛനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. അല്ലാണ്ട് ഞാനിങ്ങനെ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, എനിക്കിങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഫാമിലീസാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നത് ഇതിനകത്ത്. സോ ഗൈസ്, ദിസ് ഈസ് അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി കുഞ്ചു 1234 എന്ന് പറഞ്ഞ അക്കൗണ്ടാ. ആള് നമ്മുടെ Q&A പോസ്റ്റിന് താഴെ മെസ്സേജും ഫോളോ ചെയ്ത് അൺഫോളോ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോനകത്താണ് ആള് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ തന്നെ ഇട്ടു, ചേച്ചി ആ വീഡിയോനകത്താണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേന്. സോ അതും കൂടെ വായിച്ചിട്ട് നമുക്ക് അതിന്റെ ആൻസറും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു Q&A സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് ലാസ്റ്റ് വേറൊരു കാര്യം പറയാം. ഓക്കെ, സോ ആള് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഞാൻ കുറ്റിപ്പുറമാണ് പഠിക്കണേ, ചേച്ചീനെ കാണാൻ പറ്റുമോ? ആക്ച്വലി കുറ്റിപ്പുറം എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന്. എൻ്റെ വീട് പെരിന്തൽമണ്ണയാണെന്ന് അറിയാലോ, അങ്ങാടിപ്പുറമാണ് എൻ്റെ വീട്. പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഉറപ്പായിട്ടും കാണാടാ. ഇപ്പം ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടീനെ ഇതുപോലെയാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാ. സോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് വന്ന് സംസാരിക്കണേ. കാരണം നിങ്ങളെ ആരും എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ എന്നോട് വന്ന് സംസാരിക്കണം കേട്ടോ. ദാറ്റ് വിൽ ബി സോ ഹാപ്പി. പിന്നെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ വീഡിയോ എടുക്കാൻ, അപ്പം നമുക്ക് വീഡിയോയിലൂടെ. ഓക്കെ, ആൻഡ് കാണാൻ പറ്റുമോ വെച്ചാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഇപ്പം ഞാൻ കുറ്റിപ്പുറത്തൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. വി ക്യാൻ ഡെഫിനറ്റ്ലി മീറ്റ്. ഓക്കെ, അപ്പു ചേട്ടൻ ഇനി എന്നാ വരിക? അപ്പു ചേട്ടൻ ഇനി നെക്സ്റ്റ് ഇയറേ വരൂ. ചേച്ചി വല്ല ജോബും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ? നോ കറൻ്റ്ലി നോ, ഞാൻ ഒരു ജോബും ട്രൈ ചെയ്യണില്ല. കാരണം ഞാൻ ഇതിപ്പോൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ഇങ്ങനെ, ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അല്ലാണ്ട് ഞാൻ UGC വീഡിയോസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ബ്രാൻഡ്സിന് വേണ്ടി ഞാൻ ഇതിനകത്തൊന്നും പോസ്റ്റ് ചെയ്യില്ല. ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അവർ നമുക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള നല്ല വീഡിയോസ് എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിനെയാണ് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് എന്ന് പറയും, UGC. നമ്മളപ്പോൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാറില്ല ഞാൻ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഐ എം ഫുൾ പാക്ഡ്. അപ്പോൾ എനിക്ക് വേറൊരു കറൻ്റ് ഒരു ഫുൾ ടൈം ജോബിൻ്റെ കൂടെ ഇനി യൂട്യൂബ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി യൂട്യൂബ് കുറച്ചുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ആക്കി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ ഒരു ജോബിനും ട്രൈ ചെയ്യുന്നില്ല. എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രിയാണ് പഠിച്ചത്. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഡിഗ്രി ചെയ്തത്. അതിനുശേഷം ഞാൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റിലേഷൻഷിപ്പ് എങ്ങനെയാ സമ്മതിച്ചേ? വീട്ടിൽ സമ്മതിക്കേണ്ട ആവശ്യം വന്നില്ല. വീട്ടുകാർക്കായിരുന്നു ആവശ്യം നമ്മൾ കല്യാണം കഴിക്കുക എന്നുള്ളത്. നല്ലൊരു ബെറ്റർ ഓപ്ഷൻ പോലെ വീട്ടുകാർ അത് കണ്ടു. നമുക്കതുകൊണ്ട് സമ്മതിക്കേണ്ടയോ ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടും കൂടിയില്ല എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ഇവനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഭയങ്കര ഫോർമലായിട്ട് അറേഞ്ച് മാരേജ് പോലെയാണ്. എൻ്റെ അച്ഛനെ അപ്പൂൻ്റെ പപ്പ വിളിച്ചു, സംസാരിച്ചു, അവരെന്നെ പെണ്ണ് കാണാൻ വന്നു. അതിനുശേഷം നമ്മൾ ഒരു 1.5 വർഷത്തോളം നമ്മൾ കല്യാണം ഉറപ്പിച്ചിട്ടു. അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു പ്രോപ്പർ അറേഞ്ച് മാരേജ് സെറ്റപ്പിലാണ് നമ്മൾ കല്യാണം നടന്നത്. അല്ലാണ്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ രണ്ട് ഫാമിലീസും തമ്മിൽ നന്നോട് അറിയാം. പിന്നെ എനിക്ക് അപ്പൂനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൂന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെപ്പോലെ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സിമ്പിൾ അല്ലേ? എന്നെപ്പോലെ ഒരാളാണ് അപ്പു. പിന്നെ അപ്പൂന് കുറച്ച് ഷോർട്ട് ടെമ്പേർഡ്നെസ് കൂടുതലുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഞാൻ ചിന്തിക്കും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ബാക്കിയൊക്കെ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ സെയിമാണ്, സിമിലർ ഇഷ്ടങ്ങളാണ്. ഇപ്പം ഞാൻ അവിടെ പോകാന്ന് പറഞ്ഞാൽ അപ്പൂസ് ലൈക്ക് അവിടെ പോവാം. അല്ല, ഇപ്പോൾ ഒരാളൊരു ഇൻട്രോവേർട്ട് ആളും ഒരാളൊരു എക്സ്ട്രോവേർട്ട് ആളും ആണെങ്കിൽ എപ്പോഴും ശകടയായിരിക്കൂലേ ലൈഫിൽ. അപ്പം എനിക്ക് എന്നെപ്പോലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കല്യാണം കഴിച്ച ഒരു ഫീലാണ് എനിക്ക് അപ്പൂനെ കല്യാണം കഴിച്ചിട്ട്. ഇതുവരെ എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ ഹസ്ബൻഡാണ്, അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല ഞങ്ങൾ തമ്മിൽ. തമ്മിലുണ്ട് കേട്ടോ, അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ എന്നാലും വി വർ ലൈക്ക് ഭയങ്കര, എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ പറഞ്ഞു ഇന്ന് നമ്മൾ ഫുൾ അടിയാവും. പക്ഷേ നിങ്ങളാരും പ്രാകരുത്. ഓക്കെ,
അങ്ങനെ നിങ്ങൾ പ്രാഗൊന്നുമില്ല, എനിക്കറിയാം. നിങ്ങളും സന്തോഷിക്കും, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു കാണുമ്പോൾ അല്ലേ അല്ലേ. നമ്മൾ 2023 മെയ് 29 ഞങ്ങൾ കല്യാണം കഴിച്ചു. ആൻഡ് ഇപ്പോൾ 2.5 വർഷം സക്സസ്ഫുള്ളി സ്റ്റിൽ റണ്ണിങ്. അതാണ് ഞങ്ങളൊരു കഥ. അപ്പം ഇതാണ് നമ്മുടെ Q&A. ഞാൻ പെട്ടി മടക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ Q&A കട്ടൻ ഇടാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെക്ഷൻ. ഇപ്പോൾ ഞാൻ ക്യാമറ നോക്കിയിട്ടില്ലേ സംസാരിക്കുന്നത്, പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ ഇങ്ങനെ ചിറ്റാറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഐ ഹോപ്പ് നിങ്ങൾക്കും ആ ഒരു ഫീല് കിട്ടിയെന്ന്. ഇനി എനിക്ക് തോന്നുന്നു എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ലൈവൊക്കെ വരാം. നിങ്ങൾ വരണേ ലൈവിൽ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി കുട്ടി സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഞാൻ എൻ്റെ മനസ്സ് ചങ്ക് പൊളിച്ചാണ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ബിൽഡപ്പും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പറയുന്ന പോലെ ബീയിങ് അസ് ബൈ ഏജ് ആണ് നമ്മുടെ ചാനൽ. ദിസ് ഇസ് മീ. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നതും ഞാൻ ഇങ്ങനെയാണ് ആൻസർ പറയുന്നതും. എൻ്റെ വായി ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു സംസാരമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴാണ് ഞാൻ നിങ്ങളെ സ്നേഹത്തിൻ്റെ മുന്നിൽ അലിഞ്ഞു പോകുന്നത്. കാരണം ഇതും കൊണ്ട് സ്വൈരക്കാടല്ലേ വരേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഇനിയും ഞാൻ ഇതുപോലത്തെ സ്നേഹം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊരു ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇട്ടാൽ അതിനെക്കാട്ടിലും സന്തോഷം. കാരണം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അറിയാനുള്ള ഏകൊരു വഴി അതാണല്ലോ ഈ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ഇതിനിടയ്ക്ക് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ആരാളെന്ന് എനിക്കറിയില്ല, എന്നെ അറിയുന്ന ആളാണോ കമൻറ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോയിൽ സത്യമാണ് ആൾ പറഞ്ഞത് കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടി ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഞാനപ്പോൾ അതും എഡിറ്റ് ചെയ്തപ്പോൾ ഞാനത് കളയുകയും ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് അതിനകത്ത് കമൻറ്റ് വന്നിട്ടുണ്ട്, ചേച്ചി കാണാൻ അത്യാവശ്യം ക്യൂട്ടാണ്, വീണ്ടും ക്യൂട്ട്നെസ് വാരി തൂറിയേരി കോരിയറിയാം ഒരു ഡയലോഗ്. അപ്പൊ ഞാനത് നല്ല സെൻസിലെടുത്തത്. ഞാനപ്പോൾ പറഞ്ഞു നോട്ടഡ് എന്ന് പറഞ്ഞു. കാരണം ശരിയാണ്. അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് ക്രിറ്റിസിസംസ് എപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആവശ്യക്കാർക്കാണല്ലോ ഞാൻ കൊടുക്കുന്നത് എന്നുള്ളൊരു ഇത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. ആൻഡ് ഈ വീഡിയോ എത്ര ലെങ്ത് വരും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയില്ല. കാരണം ഞാൻ ഒരുപാട് സംസാരിച്ചു നിങ്ങളോട്. പക്ഷേ ഐ ലവ് ടോക്കിംഗ് ടു യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഞാൻ ഈ വീഡിയോനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് മൈ മേക്കപ്പ് പ്രൊഡക്ട്സ്, മൈ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആൻഡ് വാച്ച്, ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. വാച്ച് പിന്നെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. ഇത് മീഷോന്ന് എടുത്തൊരു ടോപ്പാണ്, ഭയങ്കര അഫോർഡബിളാണ്. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എനി ഹൗ ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ബിക്കോസ് ഓരോ ആൾക്കാർ ഇമോഷൻസ് ഇസ് ഡിഫറെൻറ്റ്, സെൻസിറ്റിവിറ്റി ഇസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ എത്ര ആൾ കണ്ടു എന്ന് തന്നെ എനിക്കറിയില്ല. അവരവരുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയോന്നും എനിക്കറിയില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ do subscribe please.